നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. LDF അവണിശ്ശേരി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും നടന്നു. ആനക്കല സെന്ററിലായിരുന്നു റാലിയും പൊതുസമ്മേളനവും. ജനങ്ങളുടെ പ്രശ്നം കാണാൻ കഴിയാത്ത കുരുടനെ പോലെയാണ് ഇടത് സർക്കാർ എന്ന് കെ സുധാകരൻ MP. അവണിശ്ശേരിയിൽ നടന്ന റോഡ് ഷോയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. നാട്ടിക നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി CC മുകുന്ദന്റെ വിജയത്തിനായി ചേർപ്പിൽ റോഡ് ഷോയും മഹിളാ സംഗമവും. NDA പ്രവർത്തകരിൽ ആവേശം സൃഷ്ടിക്കുന്നതായിരുന്നു റോഡ് ഷോ. വാർത്തകൾ വിശദമായി. LDF അവണിശ്ശേരി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും നടന്നു. ആനക്കല സെന്ററിലായിരുന്നു റാലിയും പൊതുസമ്മേളനവും. ഞായറാഴ്ച വൈകിട്ട് ആനക്കല്ലിൽ നിന്ന് തിരഞ്ഞെടുപ്പ് റാലിക്ക് തുടക്കമായി. സ്ഥാനാർത്ഥി ഗീതാ ഗോപിക്കൊപ്പം ആവേശകരമായ മുദ്രാവാക്യം വിളികളോടെ നിരവധി പ്രവർത്തകരും തിരഞ്ഞെടുപ്പ് റാലിയിൽ അണിനിരന്നു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഷാജൻ ഉദ്ഘാടനം ചെയ്തു. ഇപ്പൊ നമ്മുടെ കേന്ദ്രത്തിൽ ഒരു ഗവൺമെന്റ് ഉണ്ട്, BJP പല ബഡ്ജറ്റുകളായി അവതരിപ്പിക്കുന്നു. ആ ബഡ്ജറ്റ് സൂക്ഷ്മമായി പരിശോധിച്ചാൽ എല്ലാ വർഷവും ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ആരോഗ്യ മേഖലയിൽ ഫണ്ട് വെട്ടിച്ചുരുക്കുക. ഈ പറയുന്നതിൻ്റെ അർത്ഥം ഇനിമേൽ സൗജന്യ ചികിത്സ ഇല്ല. സൗജന്യ ചികിത്സ ഇല്ല എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെന്റ് ജനകീയാണോ ജനവിരുദ്ധാണോ? ജനവിരുദ്ധമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം മനുഷ്യന് കയ്യിൽ പണമില്ലാത്തവൻ ചികിത്സിക്കണ്ട, അവൻ വീട്ടിൽ കിടന്ന് മരിച്ചോടൂ എന്നാണ് ആ പറയുന്നതിൻ്റെ അർത്ഥം. നേർബദൽ കേരളത്തിലെ എല്ലാവർക്കും സൗജന്യ ചികിത്സ പ്രഖ്യാപിച്ചു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. സൗജന്യ ചികിത്സ കൊടുക്കുന്ന ഗവൺമെന്റും ശരി, സൗജന്യ ചികിത്സ ഇനിമേൽ തരില്ല എന്ന് പറയുന്നവർ ശരി. ഇതിലേതാ ശരി? ഒന്ന് ജനവിരുദ്ധാണ്. എനിക്കൊരു വയറുവേദന വന്നാൽ 10,000 രൂപ പോക്കറ്റിലുണ്ടെങ്കിൽ ചികിത്സിച്ചോളൂ, അല്ലെങ്കിൽ വീട്ടിൽ കിടന്ന് പിടഞ്ഞു മരിച്ചോളൂ എന്ന് പറയുന്ന ഒരു ഗവൺമെന്റ് ദുഷ്ട ഗവൺമെന്റ് ആണെന്ന് വിലയിരുത്താൻ ആർക്കാ ബുദ്ധിമുട്ട്? ഒരൊറ്റ പൈസ കയ്യിലില്ലെങ്കിലും സൗജന്യമായ ചികിത്സ കൊടുക്കും കേരളത്തിലെ ഗവൺമെന്റ്. ഇതാണ് ജനകീയ ഗവൺമെന്റ്. LDF നേതാക്കളായ AS ദിനകരൻ, KK ജോബി, സെബി ജോസഫ്, CV സുധീരൻ തുടങ്ങിയവർ പൊതുസമ്മേളനത്തിൽ പങ്കെടുത്തു. അത്രമാത്രം സമാനതകളില്ലാത്ത മാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഈ സർക്കാർ ജനങ്ങളുടെ സമസ്ത ജീവിതത്തിനും സാമൂഹ്യ ജീവിതത്തിലും നമ്മളെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച സർക്കാർ. 35 വയസ്സിന് മുകളിൽ തൊഴിലില്ലാത്ത സ്ത്രീകൾക്ക് 1000 രൂപ നൽകി സംരക്ഷിച്ച സർക്കാർ. സാമൂഹ്യ പെൻഷൻ 2000 രൂപയാക്കി വർദ്ധിച്ച സർക്കാർ. ഇപ്പോൾ വിഷുദിനം, സംക്രാന്തി, ഈസ്റ്റർ ഇതെല്ലാം കണക്കൂട്ടി നോക്കുമ്പോൾ 2 മാസത്തെ പെൻഷൻ ഒറ്റ തവണയിൽ 4000 രൂപ കൊടുത്ത സർക്കാർ. കോവിഡിലും പേമാരിയിലും പ്രളയത്തിലും നമ്മളെ ചേർത്ത് നിർത്തിയ സർക്കാർ. ഒരു നവകേരള സൃഷ്ടിക്കായി കേരളത്തിൻ്റെ സമാനതകളില്ലാത്ത മാറ്റങ്ങൾക്ക് ഈ സർക്കാർ ഈ ജനതയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ആ സർക്കാരിൻ്റെ പേരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ. ഒരു പോറൽ പോലും ഇല്ലാതെ, ഒരു ഗട്ടർ പോലും ഇല്ലാതെ നമ്മൾ ഇപ്പോഴും നമ്മുടെ റോഡിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു.
അതുപോലെ തന്നെയാണ് നമ്മൾ ആനക്കൽ സെന്ററിലെ ഹൈമാസ്ലേറ്റ്. നമുക്കറിയാം, പല നേതാക്കന്മാരും പല രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകളൊക്കെ വിവിധ പ്രദേശങ്ങളിൽ ചെറിയ ചെറിയ മിനി മാസ്റ്റുകളും ഹൈമാസ്ലേറ്റുകളൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഒരു 6 മാസമോ 1 വർഷമോ കഴിയുമ്പോൾ അത് കത്താത്ത രീതിയിലേക്ക് മാറും. പക്ഷേ നമ്മുടെ ഹൈമാസ്ലേറ്റിനും ഏകദേശം 5 വർഷത്തോളം പ്രായമുണ്ട്. ആനക്കല്ല് സെന്ററിൽ ഇപ്പോഴും ആ ഹൈമാസ്ലേറ്റ് വളരെ നല്ല രീതിയിൽ വെളിച്ചം പകർന്നു നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. അങ്ങനെ അവണിശ്ശേരിയിലെ വിവിധ പ്രദേശങ്ങളിൽ വിവിധ റോഡുകൾ, വിവിധ കാനകൾ, വിവിധ ഹൈമാസ്ലേറ്റുകൾ തുടങ്ങി. എന്തിനേറെ പറയുന്നു, അവണിശ്ശേരിയിലെ കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തിയ നമ്മുടെ പഴയ PHSC ഉൾപ്പെടെ വലിയ മാറ്റങ്ങളാണ് ഗീതാ ഗോപിയുടെ കഴിഞ്ഞ 10 വർഷം MLA ആയിരുന്ന സാഹചര്യത്തിൽ നമുക്ക് ലഭ്യമായത്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ കാണാൻ കഴിയാത്ത കുരുടനെ പോലെയാണ് ഇടത് സർക്കാർ എന്ന് കെ സുധാകരൻ MP. UDF നാട്ടിക മണ്ഡലം സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സുനിൽ ലാലൂരിന്റെ വിജയത്തിനായി അവണിശ്ശേരിയിൽ നടന്ന റോഡ് ഷോയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. ഒരുപാട് രാഷ്ട്രീയ കാര്യങ്ങൾ വിശദീകരിക്കാനുണ്ട് നിങ്ങളുടെ മുമ്പിൽ. ഒരു വലിയ രാഷ്ട്രീയ മത്സരത്തിന്റെ അന്തരീക്ഷത്തിലാണ് ഞാനും നിങ്ങളും നിൽക്കുന്നത്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം കടന്നു വന്നിട്ട് വർഷങ്ങളായി. പക്ഷേ നാടിന്റെ സ്പന്ദനം ഉൾക്കൊള്ളാൻ ഇടതുപക്ഷത്തിന്റെ ഭരണകൂടത്തിന് സാധിച്ചിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യമാണ്. ജനമനസ്സിൽ ജീവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ജനം അഭിമുഖീകരിക്കുമ്പോൾ ഇവിടെ അതിനെതിരെ മുഖം തിരിഞ്ഞിരിക്കുന്ന ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത് എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇടതുപക്ഷത്തിന് പോലും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഒരു ഭരണമാണ് ഇടതുപക്ഷ ഭരണം ഇന്ന് കേരളത്തിലായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പാവങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു പരിപാടികളില്ല, കഷ്ടപ്പെടുന്നവരെ നോക്കാൻ ജനങ്ങളില്ല, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു സർക്കാരില്ല, പട്ടിണി കിടക്കുന്നവരെ സഹായിക്കാൻ ഒരാളുകളില്ല, വീടുകൾ നഷ്ടപ്പെടുന്നവരെ സഹായിക്കാൻ ഒരു സർക്കാരില്ല. അങ്ങനെ ഒരു കാര്യത്തും അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാൻ സാധിക്കുന്ന ദരിദ്രരായ പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആണുങ്ങളുമില്ല പെണ്ണുങ്ങളുമില്ലാത്ത ഒരു ഭരണം ഈ സംസ്ഥാനത്ത് നടക്കുമ്പോൾ നമുക്കതിനെതിരെ പ്രതിഷേധിക്കാനും പ്രതിരോധിക്കാനും നമുക്ക് അവകാശമുണ്ട്. ആ അവകാശം എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഏറ്റെടുക്കണം, നിങ്ങളത് പിടിച്ചു വാങ്ങണം എന്നതാണ് എനിക്ക് നിങ്ങളോട് ആവശ്യപ്പെടാനുള്ളത്. ദരിദ്രരായ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇടതുപക്ഷ സർക്കാരിൽ ആണുങ്ങളും പെണ്ണുങ്ങളുമില്ല. നാടിന്റെ സ്പന്ദനം ഉൾക്കൊള്ളാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. ഇടതുപക്ഷത്തിന് പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഭരണമാണ് ഇവിടെ നടക്കുന്നത്. ഒരുപാട് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അഭിമുഖീകരിക്കുമ്പോൾ ഇവ പരിഹരിക്കാൻ ഒരു പരിപാടിയുമില്ലെന്നും കെ സുധാകരൻ MP പറഞ്ഞു. അവണിശ്ശേരി ആനക്കല്ലിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോയിൽ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സുനിൽ ലാലൂരിനൊപ്പം UDF നേതാക്കളും റോഡ് ഷോയിൽ പങ്കെടുത്തു. ഈ ആസന്നമായ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ഈ റോഡ് ഷോയിൽ നമുക്ക് വേണ്ടി, ഈ നാട്ടിലേക്ക് വേണ്ടി കേരളത്തിന്റെ സിംഹം കെ സുധാകരൻ ഇതാ പ്രിയമുള്ളവരെ ഈ ആനക്കല്ലിൽ സെന്ററിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. കേരള രാഷ്ട്രീയത്തിൽ നിലപാടിന്റെ രാഷ്ട്രീയം ഉയർത്തി ഇടതുപക്ഷം വാളോങ്ങിയപ്പോഴൊക്കെ ആ വാളെല്ലാം തിരിച്ചുവിട്ട ഗർജിക്കുന്ന സിംഹം പ്രിയങ്കരനായ നമ്മുടെ കെ സുധാകരൻ പ്രിയപ്പെട്ടവരെ ഈ ആനക്കൽ സെന്ററിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പ് നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ ഈ തെരഞ്ഞെടുപ്പ് ഈ രാജ്യത്തിന്റെ സംസ്ഥാനത്തിന്റെ മതനിരപേക്ഷതയെ, ജനാധിപത്യത്തെ പിടിച്ചു നിർത്തേണ്ട തെരഞ്ഞെടുപ്പാണ്. ഈ മതേതര മൂല്യങ്ങൾ ഒരുമിച്ച് നിലനിർത്തി ഈ രാജ്യത്തെ പുതിയ ദിശാബോധം നൽകുന്ന തെരഞ്ഞെടുപ്പാണ്. നാട്ടിക നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി CC മുകുന്ദന്റെ വിജയത്തിനായി ചേർപ്പിൽ റോഡ് ഷോയും മഹിളാ സംഗമവും. NDA പ്രവർത്തകരിൽ ആവേശം സൃഷ്ടിക്കുന്നതായിരുന്നു റോഡ് ഷോ.
പെരുമ്പിളിശ്ശേരി സെന്ററിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോയിൽ NDA സ്ഥാനാർത്ഥി CC മുകുന്ദൻ, BJP ദേശീയ ജനറൽ സെക്രട്ടറി അണ്ണാമലൈ, NDA നേതാക്കൾ എന്നിവർ പങ്കെടുത്തു. നിരവധി പ്രവർത്തകരാണ് റോഡ് ഷോയിൽ അണിനിരന്നത്. റോഡ് ഷോ പിന്നീട് ചേർപ്പ് മഹാത്മാ ഗ്രൌണ്ടിൽ സമാപിച്ചു. തുടർന്ന് നടന്ന മഹിളാ സംഗമം BJP ദേശീയ ജനറൽ സെക്രട്ടറി അണ്ണാമലൈ ഉദ്ഘാടനം ചെയ്തു. ஒரு வல்லைய ப்ரொசஷன் நம்ம காட்டியிருக்காங்க. அவ்வளோ எனர்ஜெட்டிக் ப்ரொசஷன். இந்த வெயில்ல எல்லோருமே மிகுந்த உற்சாகத்தோடு இந்த பேரணியை முடித்துவிட்டு மகாத்மா காந்தி இந்த கிரவுண்டில் நாம் இருக்கிறோம். 1937 1937 மகாத்மா காந்தி அவங்க இதே கிரவுண்டுக்கு வந்திருக்கிறாங்க. அப்போ ஃப்ரீடம் ஸ்ட்ரகிள் நடக்கும் பொழுது 10 ஆண்டுகளுக்கு முன்பு காந்தி அவங்க 37 இங்க இருக்கிறாங்க. இன்னைக்கு கேரள மக்களுக்கு ஒரு ஃப்ரீடம் ஸ்ட்ரகிள் தான். LDF-உம் UDF-உம் வேண்டாம் என்கின்ற ஃப்ரீடம் ஸ்ட்ரகிள் நாம் இருக்கோம். 2026 தேர்தலை பொறுத்தவரை நமக்கு இவர்கள் வேண்டாம் என்பதிலே தெல்ல தெளிவாக இருக்கின்றோம். கம்யூனிஸ்ட் கட்சி கடந்த 5 ஆண்டு காலமாக ஆட்சியில் இருந்து அதற்கு முன்பும் 5 ஆண்டு காலம் எந்த விதமான மாற்றமுமே கேரளாவில் நடக்கல என்பதை உணர்ந்து இந்த முறை மஞ்சேஸ்வரில் ஆரம்பித்து திருவனந்தபுரம் வரை, பாலக்காட்டில் ஆரம்பித்து திரிசூர் வரை எல்லா இடத்துலையும் தாமரை மலர்ந்து கொண்டு நிற்கிறது. 3 நாட்களுக்கு முன்பு கண்ணூர் போயிருந்தேங்க பிரச்சாரத்துக்கு. இன்னைக்கு காலையில தேவிகுளத்தில் இருந்தேன், இப்ப இங்க இருக்கிறேங்க. நாளானைக்கு காலையில மஞ்சேஸ்வரில் இருக்கேன். எல்லா இடத்திலும் கூட ஒரே ஒரு செய்தி மட்டும்தான், இந்த முறை கேரளத்தினுடைய மக்கள் நமக்கு தாமரைக்கு தான் நம்ம ஓட்டு போடணும், ஒரு மாற்றம் வேண்டும். LDF-க்கும் UDF-க்கும் நம்ம ஓட்டு போட்டு எந்த ஒரு மாற்றத்தையும் பார்க்கவில்லை என்று முடிவு செய்திருக்காங்க. அருமை சொந்தங்களே, இன்னைக்கு தேவிகுளத்தில் 3 முறை கம்யூனிஸ்ட் கட்சியினுடைய MLA-வாக இருந்தவர் 2006, 2011, 2016 திரு ராஜேந்திரன் அவர்கள் 40 ஆண்டு காலம் கம்யூனிஸ்ட் கட்சியில் இருந்து வேண்டாம் என்று சொல்லிவிட்டு பாரதிய ஜனதா கட்சியில் இணைந்து இன்னைக்கு நம்முடைய வேட்பாளராக தேவிகுளத்தில் போட்டியிட்டுக் கொண்டிருக்கிறார். BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് അധ്യക്ഷനായി. നാട്ടിക മണ്ഡലം ജനറൽ സെക്രട്ടറി TG രതീഷ്, പ്രവാസി പ്രഭാരി ഉണ്ണികൃഷ്ണൻ, ഷൈൻ നെടിയിരിപ്പിൽ, CS സുനിൽ, ജില്ലാ ഭാരവാഹികളായ EP ഹരീഷ്, EP ജാൻസി, നാസിക് MLA മഹേഷ്, നാസിക് ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ വൈഭവ് തുടങ്ങിയവർ സംസാരിച്ചു. നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ജാഗ്രതയോടെ മുന്നോട്ട് പോകുന്ന ഒരു പ്രവർത്തനമാണ് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത്. നമ്മുടെ ഇന്ത്യ രാജ്യത്തും അതുപോലെ തന്നെ കേരളത്തിലും നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ കവഴിഞ്ഞ പ്രവർത്തനമായി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവാത്മകമായ പ്രവർത്തന രംഗത്ത് മാതൃക പഠിച്ചിട്ടുള്ള നമ്മുടെ സ്നേഹനിറഞ്ഞ വനിതകൾ, അവരുടെ ബന്ധങ്ങൾ, ഇതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ, നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് 9-ാം തീയതിയാണ്. 9-ാം തീയതി നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ നമ്മുടെ ദേശീയ ചിഹ്നമായിട്ടുള്ള, നമ്മളെല്ലാവരും നമ്മുടെ നെഞ്ഞത്ത് അംഗീകരിച്ചിട്ടുള്ള ആ ചിഹ്നത്തിൽ, താമര അടയാളത്തിൽ നിങ്ങളുടെ വിലയേറെ വോട്ടുകൾ രേഖപ്പെടുത്തി വലിയൊരു വിജയം നമുക്ക് ലഭിക്കുന്നതിന് ആവശ്യമായ നടപടികൾ പ്രവർത്തനങ്ങൾക്ക് ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത് വരുന്ന നമ്മളുടെ വിജയമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എത്തുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ചേർപ്പിൽ കേന്ദ്ര സായുധ പോലീസ് സേനയുടെ റൂട്ട് മാർച്ച്. തിരഞ്ഞെടുപ്പ് ദിനങ്ങളിൽ ക്രമസമാധാന പാലനം ഉറപ്പാക്കാനായിരുന്നു റൂട്ട് മാർച്ച് നടത്തിയത്. ചേർപ്പ് പോലീസും കേന്ദ്ര സായുധ പോലീസ് സേനയും ചേർന്നാണ് റൂട്ട് മാർച്ച് നടത്തിയത്. ചേർപ്പ് SHO KN മനോജിന്റെ നേതൃത്വത്തിലായിരുന്നു റൂട്ട് മാർച്ച്. ചേർപ്പ് SI സഞ്ജയ്, കർണാടക ആംഡ് പോലീസ് സേനയിലെ SI മഞ്ജു, ചേർപ്പ് പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ, കേന്ദ്ര സായുധ പോലീസ് സേനാംഗങ്ങൾ ഉൾപ്പെടെ 40 അംഗ സംഘമാണ് റൂട്ട് മാർച്ചിൽ പങ്കെടുത്തത്. കോടന്നൂർ, പെരുമ്പിള്ളിശ്ശേരി, ചേർപ്പ്, തായംകുളങ്ങര മേഖലയിലാണ് റൂട്ട് മാർച്ച് നടന്നത്. LDF നാട്ടിക നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി ഗീത ഗോപിയുടെ വിജയത്തിന് യുവാക്കളുടെ പ്രഭാത സവാരി. നാട്ടിക മണ്ഡലത്തിലെ യുവജന സംഘടനകളാണ് തൃപ്രയാറിൽ പ്രചാരണ പ്രഭാത സവാരി നടത്തിയത്. ഗുഡ് മോർണിംഗ് നാട്ടിക എന്ന പേരിലാണ് ഗീതാഗോപിയുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിനായി യുവജന സംഘടനകൾ പ്രഭാത സവാരി ഒരുക്കിയത്. LDF സ്ഥാനാർത്ഥിക്കൊപ്പം മണ്ഡലത്തിലെ യുവജന സംഘടനകളും അണിചേർന്നു. കഴിഞ്ഞ 10 വർഷമായി ഇടത് സർക്കാർ കേരളത്തിലെ യുവജനങ്ങൾക്കായി നടപ്പിലാക്കി വരുന്ന കരുതലിന് വോട്ട് അഭ്യർത്ഥിച്ചുള്ളതായിരുന്നു പ്രഭാത സവാരി. തൃപ്രയാർ കിഴക്കേ നടയിൽ നിന്ന് പ്രഭാത സവാരിക്ക് തുടക്കമായി. LDYF മണ്ഡലം നേതാക്കളായ വൈശാഖ് അന്തിക്കാട്, ജിംഷാർ, KB റിജിക്, അമൽ T പ്രേമൻ, PK അഖിൽ, സംഗീത മനോജ്, സജൽ കുമാർ, അക്ഷയ് ശങ്കർ തുടങ്ങിയവർ ഗുഡ് മോർണിംഗ് നാട്ടികയ്ക്ക് നേതൃത്വം നൽകി. നിയമസഭാ തിരഞ്ഞെടുപ്പ് വിജയത്തിനായി പ്രമുഖ വ്യക്തികളെ സന്ദർശിച്ച് NDA സ്ഥാനാർത്ഥി CC മുകുന്ദൻ. താന്യം, വലപ്പാട്, ചേർപ്പ് പഞ്ചായത്തുകളിലായിരുന്നു സന്ദർശനം.
വിവിധ പഞ്ചായത്തുകളിൽ പ്രചരണത്തിന്റെ ഭാഗമായുള്ള റോഡ് ഷോയിൽ NDA സ്ഥാനാർത്ഥി CC മുകുന്ദൻ പങ്കെടുത്തു. തുടർന്ന് അദ്ദേഹം വലപ്പാട്, ചാഴൂർ, നാട്ടിക പഞ്ചായത്തുകളിൽ സംഘടിപ്പിച്ച കുടുംബയോഗങ്ങളിലും പങ്കെടുത്തു. BJP ജില്ലാ കമ്മിറ്റി അംഗം കൃഷ്ണൻ ഉണ്ണി, BDJS ജില്ലാ സെക്രട്ടറി അക്ഷയ് കൃഷ്ണ, സോഷ്യൽ മീഡിയ ഇൻചാർജ് നിഖിൽ രാധാകൃഷ്ണൻ, പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പുതുക്കാട് നിയോജക മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി KM ബാബുരാജ് തിരഞ്ഞെടുപ്പ് പര്യടനം നടത്തി. വിവിധ കേന്ദ്രങ്ങളിൽ ആവേശകരമായ സ്വീകരണമാണ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത്. പറപ്പൂക്കര, വരന്തരപ്പിള്ളി മേഖലകളിലായിരുന്നു UDF സ്ഥാനാർത്ഥി KM ബാബുരാജ് പര്യടനം നടത്തിയത്. മുത്രത്തിക്കര പള്ളി, പറപ്പൂക്കര അസീസി മിഷൻ കോൺവെന്റ് എന്നിവിടങ്ങളിൽ അദ്ദേഹം സന്ദർശനം നടത്തി. തുടർന്ന് NSS മുകുന്ദപുരം താലൂക്ക് കരയോഗി യൂണിയൻ ഭാരവാഹികളുമായി KM ബാബുരാജ് കൂടിക്കാഴ്ച നടത്തി. തെരഞ്ഞെടുപ്പ് വിജയത്തിൽ അദ്ദേഹം നേതാക്കളോട് പിന്തുണ അഭ്യർത്ഥിച്ചു. മേഖലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ UDF സ്ഥാനാർത്ഥി നടത്തിയ തെരഞ്ഞെടുപ്പ് പര്യടനത്തെ ആവേശത്തോടെയാണ് സ്വീകരിച്ചത്. തലോർ മേഖലയിൽ തിരഞ്ഞെടുപ്പ് പര്യടനവുമായി പുതുക്കാട് മണ്ഡലം UDF സ്ഥാനാർത്ഥി KM ബാബുരാജ് പാലപ്പള്ളി, കന്നാറ്റുപാടം ആണ്ട് നേർച്ചയിലും പങ്കുചേർന്ന സ്ഥാനാർത്ഥി. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആവേശമുയർത്തുന്നതായിരുന്നു തലോർ മേഖലയിൽ UDF സ്ഥാനാർത്ഥിയുടെ പര്യടനം. തലോരിൽ വീടുകളിൽ സന്ദർശനം നടത്തിയ KM ബാബുരാജ് വോട്ടർമാരെ കണ്ട വോട്ടഭ്യർത്ഥന നടത്തി. തുടർന്നായിരുന്നു പാലപ്പിള്ളി, കന്നാറ്റുപാടം ആണ്ടുനേർച്ചയ്ക്കായി സ്ഥാനാർത്ഥി എത്തിയത്. വിശ്വാസികളും നാട്ടുകാരുമായും അദ്ദേഹം സൌഹൃദം പങ്കിട്ട് ആണ്ടുനേർച്ചയിൽ പങ്കെടുത്തു. വാടാനപ്പള്ളിയിൽ BJP പ്രവർത്തകരുടെ കിറ്റ് വിതരണം വിവാദത്തിൽ. കിറ്റ് വിതരണം തടഞ്ഞ് LDF UDF പ്രവർത്തകരുടെ പ്രതിഷേധം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ BJP പ്രവർത്തകർ നടത്തിയ കിറ്റ് വിതരണം കടുത്ത പ്രതിഷേധത്തിനാണ് വഴിവെച്ചിരിക്കുന്നത്. വാടാനപ്പള്ളി ആൽമാവ് ജംഗ്ഷനിൽ കഴിഞ്ഞ ദിവസമായിരുന്നു കിറ്റ് വിതരണം. ആൽമാവ് ജംഗ്ഷനിലെ സൂപ്പർമാർക്കറ്റിന് മുന്നിലുണ്ടായ കിറ്റ് വിതരണമാണ് സംഘർഷാവസ്ഥയ്ക്ക് കാരണമായത്. യുവമോർച്ച നേതാവിന്റെ നേതൃത്വത്തിൽ കിറ്റ് വിതരണം നടന്നതായാണ് പറയുന്നത്. 2000-ഓളം കിറ്റുകൾ വിതരണത്തിനായി എത്തിച്ചുവെന്ന് LDF ആരോപിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ BJP കിറ്റ് രാഷ്ട്രീയം കളിക്കുകയാണെന്ന് LDF പ്രവർത്തകർ പറഞ്ഞു. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പണം നൽകി BJP ജനാധിപത്യത്തെ വിലയ്ക്ക് വാങ്ങാൻ ശ്രമിക്കുകയാണെന്ന് UDF മണലൂർ മണ്ഡലം സ്ഥാനാർത്ഥി TN പ്രതാപൻ പരിഹസിച്ചു. BJPയുടെ കിറ്റ് വിതരണത്തിനെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് മണലൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി പ്രൊഫസർ C രവീന്ദ്രനാഥും വ്യക്തമാക്കി. നാട്ടുകാർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കിറ്റ് വിതരണ സ്ഥലത്തെത്തി പ്രതിഷേധിച്ചതെന്ന് LDF പ്രവർത്തകർ പറഞ്ഞു. വാടാനപ്പള്ളിക്ക് മുൻപ് ഒളരിയിലെ സൂപ്പർമാർക്കറ്റിലും സമാനമായ രീതിയിൽ BJP പ്രവർത്തകർ ഇത്തരത്തിൽ കിറ്റ് വിതരണം നടത്തിയതും വിവാദമായിരുന്നു. സംഭവത്തിൽ കേസെടുത്ത പോലീസ് കിറ്റ് വിതരണം നടന്ന സ്ഥാപനം സീൽ ചെയ്യുകയും ചെയ്തു. ഇതിന്റെ തുടർച്ചയായാണ് വാടാനപ്പള്ളിയിലെ കിറ്റ് വിതരണവും ഇതേ ചൊല്ലിയുള്ള തർക്കത്തിനും കാരണമായത്. നിലവിൽ സംഘർഷ സാധ്യത മുൻനിർത്തി പോലീസ് കനത്ത ജാഗ്രതയിലാണ്. കൃത്യമായും ഈ ഇലക്ഷൻ വയലേഷൻ ആണ് പൂർണ്ണമായും. അതുകൊണ്ടാണ് എല്ലാവരും കൂടി ഇത് കണ്ടുപിടിച്ചത്. ഇന്നലെ വളരെ ഉണ്ടായതിനേക്കാൾ ഭീകരമാണ്. 15,000 മണലൂർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്നും ഓർഡർ ചെയ്തില്ല. BJP നേതാവിന് അറസ്റ്റ് ചെയ്യണം. വണ്ടികളും ഇപ്പോൾ ചെയ്യാത്ത ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാണ് അവകാശത്തെ വിലക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും അപകടകരമായ ഒന്നാണ്. ഇത് മൂലം ഒരു കോംപ്രമൈസ് ഞങ്ങൾ ഇതിനകത്ത് ചെയ്തില്ല. ഇത് BJP RSS സംഘപരിവാറിന്റെ പ്ലാനാണ്. ഒരു കാര്യം കൂടെ ഉണ്ട്. ഇതിന്റെ ഉള്ളിൽ നിന്ന് ഞങ്ങൾ എല്ലാ പ്രവർത്തനവും നിൽക്കാം. പക്ഷെ വേറെ ആരും ഇതിന്റെ ഉള്ളിൽ പാടില്ല. നിങ്ങൾ അത് ശ്രദ്ധിക്കണം. അല്ലല്ല, നിങ്ങൾ ആദ്യം അവരെ കയറ്റിയ ശേഷം തൃശൂർ കോഴിക്കോട് സംസ്ഥാന പാതയിൽ പാറയമ്പാടത്ത് വെച്ച് KSRTC സൂപ്പർഫാസ്റ്റ് ബസിന് തീപിടിച്ചു. ഇന്ന് രാവിലെ 10:45 അപകടം. അടൂരിൽ നിന്നും കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന KL 15A 1726 നമ്പർ ബസിനാണ് തീപിടിച്ചത്. യാത്രക്കിടെ ബസിന്റെ മുൻവശത്ത് എഞ്ചിൻ ഭാഗത്ത് നിന്ന് പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ഡ്രൈവർ ഉടൻ തന്നെ വാഹനം നിർത്തി യാത്രക്കാരെ പുറത്തിറക്കി. തുടർന്ന് കുന്നുകുളം ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയും അഗ്നിശമന സേനാംഗങ്ങൾ സ്ഥലത്തെത്തി തീ പൂർണ്ണമായും അണയ്ക്കുകയും ചെയ്തു. അപകട സമയത്ത് 12 യാത്രക്കാരാണ് ബസ്സിലുണ്ടായിരുന്നത്. ഡ്രൈവറുടെ സമയോചിതമായ ഇടപെടൽ മൂലം വൻ ദുരന്തം ഒഴിവാവുകയും യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെടുകയും ചെയ്തു. തീപിടുത്തത്തിൽ ബസിന്റെ മുൻഭാഗത്തിന് കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. സംഭവത്തെ തുടർന്ന് സംസ്ഥാനപാതയിൽ ഏറെ സമയം ഗതാഗത തടസ്സമുണ്ടായി. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി ഗതാഗതം നിയന്ത്രിച്ചു.
ഷോർട്ട് സർക്യൂട്ടാണോ തീപിടുത്തത്തിന് കാരണമെന്ന് പരിശോധിച്ചു വരികയാണ്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 13,835 രൂപ, പവന് 1,10,680 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. LDF അവണിശ്ശേരി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും നടന്നു. ആനക്കല സെന്ററിലായിരുന്നു റാലിയും പൊതുസമ്മേളനവും. ജനങ്ങളുടെ പ്രശ്നം കാണാൻ കഴിയാത്ത കുരുടനെ പോലെയാണ് ഇടത് സർക്കാർ എന്ന് കെ സുധാകരൻ MP. അവണിശ്ശേരിയിൽ നടന്ന റോഡ് ഷോയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. നാട്ടിക നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി CC മുകുന്ദന്റെ വിജയത്തിനായി ചേർപ്പിൽ റോഡ് ഷോയും മഹിളാ സംഗമവും. NDA പ്രവർത്തകരിൽ ആവേശം സൃഷ്ടിക്കുന്നതായിരുന്നു റോഡ് ഷോ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.